അംബോധി അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 10ാം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സിലെയും സംസ്കൃത പാഠഭാഗങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. കാരണം ടീച്ചർക്ക് പനി ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ചുമ കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പരീക്ഷയായി എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഉടൻ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3ാമത്തെ പാഠഭാഗമാണെന്ന് 10ാം ക്ലാസ്സിലെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. 3ാമത്തെ പാഠഭാഗം പാഠഃ തൃതീയഃ മധുമാൻ നോ വനസ്പതി. തൃതീയ പാഠഭാഗമാണ്. അതിൻ്റെ പേരാണ് മധുമാൻ നോ വനസ്പതി എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം. ആദ്യം ആമുഖമാണ്. പേജ് നമ്പർ 21. എല്ലാവരും ബുക്ക് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. പൗരാണിക ഭാരതീയാः സസ്യസംരക്ഷണ വിഷയെ ദത്തശ്രദ്ധാः ആസൻ. പൗരാണിക ഭാരതീയർ സസ്യസംരക്ഷണ വിഷയങ്ങളിൽ, സസ്യങ്ങളെ പരിപാലിക്കുന്ന വിഷയങ്ങളിൽ ദത്തശ്രദ്ധ ആസൻ, വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. ദത്തശ്രദ്ധ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധയുള്ളവർ ആയിരുന്നു എന്നർത്ഥം. ജീവന സംരക്ഷണേ സംസ്കൃതിനാം പോഷണേ ച സസ്യാനാം പ്രമുഖ സ്ഥാനം തൈഹി കൽപ്പിതം. ജീവസംരക്ഷണത്തിലെ സംസ്കൃതിനാം പോഷണേ, സംസ്കൃതിയുടെ പോഷണത്തിലും സസ്യാനാം പ്രമുഖ സ്ഥാനം തൈഹി കൽപ്പിതം, അവർ സസ്യങ്ങളുടെ പ്രമുഖ സ്ഥാനം, വളരെ പ്രധാന സ്ഥാനം സസ്യങ്ങൾക്ക് കൽപ്പിച്ചിരുന്നു. നാസ്തി സസ്യമനൌഷധം ഇതി ജ്ഞാതവന്തരസ്തെ ഗൃഹം പരിതഃ വിവിധാനി സസ്യാനി രോപയിത്വാ പരിപാലയന്തി സ്മ. ഔഷധം നാസ്തി സസ്യം അനൌഷധം ഇതി ജ്ഞാത അന്തരസ്ഥേ, സസ്യം ഔഷധമൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ആർക്കായിട്ട് എന്ത് ചെയ്തു? ഗൃഹം പരിതഃ വിവിധാനി സസ്യാനി രോപയിത്വ പരിപാലയന്തി സ്മ. വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ അതിനുവേണ്ടി വെച്ച് പിടിപ്പിച്ച് മുളപ്പിച്ച്, രോപയിത്വം എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച് പരിപാലിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സസ്യം അനൌഷധമല്ല, ഔഷധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. തുളസി, നിംബ, അശോക, ആമലകി, ഹരീന്ദ്രാദയഃ പ്രായേണ സമേഷ്വപി ഗൃഹേഷു രോപിതഃ. അവിടെ എന്തൊക്കെയാണ് നട്ടു വളർത്തിയിരുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് തുളസി, ഔഷധ സസ്യത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് തുളസി. തുളസി, നിംബ വേപ്പ്, അശോകം, ആമലകി നെല്ലിക്ക എന്നൊക്കെ പറയില്ലേ അത്. ഹരീന്ദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ്. ഹരീന്ദ്രാദയഃ എന്ന് മഞ്ഞൾ. അപ്പോൾ തുളസി, വേപ്പ്, അശോകം, നെല്ലിക്ക മുതലായവ പ്രായേണ സമേഷവി ഗൃഹേഷു രോപിതഃ, മിക്കവാറും എല്ലാ വീടുകളിലും നട്ടുവളർത്തിയിരുന്നു. അബീച്ച ഹരീന്ദ്ര സർവവിഷഹാരിണി, ആമലകി ഊർജപ്രദായിനി, നിംബഃ വ്രണനാശകഃ, തുളസി വിഷഹാരിണി ഇത്യേവം ഔഷധഗുണാൻ വിജ്ഞായ തേഷാം ഗുണപ്രഭേദാച്ച അധികൃത്യ ബഹുധാ ചർച്ചിതവന്തഃ ഗ്രന്ഥാൻ വിരചിതവന്തഃ ച ആസൻ പൂർവികാഃ. അപ്പോൾ അവിടെ നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, കുറച്ച് ഔഷധ സസ്യങ്ങളുടെ പേരൊക്കെ നമ്മളവിടെ പറഞ്ഞു. അതിൽ അബീച്ച ഹരിദ്ര മഞ്ഞൾ എങ്ങനെയുള്ളതാണ്? സർവവിഷഹാരിണി, എല്ലാ വിഷങ്ങളും ഇല്ലാതാക്കുന്നതാണ്. ആമലകി ഊർജപ്രദായിനി, നെല്ലിക്ക നമുക്ക് എന്താ തരുന്നത്? ഊർജം അല്ലേ, ഊർജമാണ് പ്രദാനം ചെയ്യുന്നത്. നിംബഃ വ്രണനാശകഃ, നിംബഃ എന്ന് പറഞ്ഞാൽ വേപ്പ് എന്താണ്? വ്രണനാശൻ, ചുണങ്ങ്, അതുപോലെ തന്നെ ചൊറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനൊക്കെ ഇല്ലാതാക്കുന്നതാണ്. തുളസി വിഷഹാരിണി, തുളസി എന്താണ്? വിഷഹാരിണി, വിഷങ്ങളെ ഇല്ലാതാക്കുന്നു. ഇത്യേവം ഔഷധഗുണാൻ വിജ്ഞായ തേഷാം ഗുണപ്രഭേദാച്ച അധികൃത്യ ബഹുധാ ചർച്ചിതവന്തഃ ഗ്രന്ഥാൻ വിരചിതവന്തഃ ചാസൻ. ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഇതിൻ്റെയൊക്കെ മഞ്ഞളിൻ്റെയും വേപ്പിൻ്റെയും ഈ പറഞ്ഞിരിക്കുന്ന ഔഷധഗുണമുള്ള ഈ സസ്യങ്ങളെക്കുറിച്ച്, ഇവയുടെ ഒക്കെ ഗുണങ്ങളെക്കുറിച്ച് ധാരാളം ചർച്ചകളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. നമ്മുടെ പൂർവികർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാംശ്ചിത് അഭിപ്രായം പശ്യതു, ചില അഭിപ്രായങ്ങൾ നോക്കും. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത
പേജ് നോക്കാം. അടുത്ത പേജ് നമ്പർ 22 നോക്കാം. അതിലാദ്യം തന്നെ നമുക്കൊരു ശ്ലോകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദശകൂപ സമവാപി ദശവാപി സമോഹൃത ദശഹൃദ സമപുത്രോ ദശപുത്ര സമോദ്രുമ എന്നുള്ള ഒരു ശ്ലോകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ദശകൂപ സമവാപി, ദശകൂപം, കൂപം നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. ദശകൂപം 10 കിണറിന് സമമാണ്, തുല്യമാണ് വാപി, ഒരു കുളം. ദശവാപി സമോഹൃദ, ദശ 10 കുളത്തിന് തുല്യമാണ് ഒരു ഹൃദ, തടാകം. ദശഹൃദ സമഹ പുത്രോ, 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ. ദശപുത്ര സമോ ദ്രുമഹ, 10 പുത്രന് സമമാണ് ഒരു മരം. അപ്പൊ അവിടെ ദശപുത്ര സമോ എന്താണ്? ദ്രുമഹ എന്നാണ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ദശകൂപ സമഹ കഹ വാബി, ദശവാബി സമഹ കഹ ഹൃദഹ, ദശഹൃദ സമഹ പുത്രഹ, ദശപുത്ര സമോ ഏതാണ്? ദ്രുമഹ. അപ്പോൾ വളരെ 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫ് നോക്കാം. ഇതി തരുമഹിമാനമധികൃത്യ പ്രദ സുവിദിത ഗലു. ഇവിടെ തരു എന്ന് പറഞ്ഞാലും മരത്തിൻ്റെ മഹിമകളെ കുറിച്ച് പറഞ്ഞു തരുന്ന പ്രദ എന്ന് പറഞ്ഞ ചൊല്ല്, സുവിദിത ഗലു. നമ്മൾ ഈ ചൊല്ലുകളൊക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്. സസ്യാനാം പരിപോഷണെ ശ്രദ്ധാലൂനാം പ്രാക്തന ഭാരതീയാനാം സാമാന്യ അഭിപ്രായ ഏവത്ര പരാമൃഷ്ട. സസ്യങ്ങളുടെ പരിപോഷണത്തിലെ ശ്രദ്ധാലുക്കളായിട്ടുള്ളവര് പ്രാചീന ഭാരതീയാനാം സാമാന്യ അഭിപ്രായ ഏവത്ര പരാമൃഷ്ട. പ്രാചീന ഭാരതീയ കാലം മുതലേ എല്ലാവരും തുല്യ അഭിപ്രായം പറയപ്പെടുന്നവരാണ്. ഉത്തിരി ഇയം ആചാര്യസ്യ, ഇവിടെ പറയപ്പെടുന്നത് ആചാര്യസ്യ സുരപാലസ്യ. ഇവിടെ പറയപ്പെടുന്നത് എന്താണ്? ആചാര്യ സുരപാലസ്യ വൃക്ഷ ആയുർവേദ ഇതി പ്രസിദ്ധേ ഗ്രന്ഥേ ദൃശ്യതേ. ഇവിടെ പറയണത് ആചാര്യനായ സുരപാലന്റെ വൃക്ഷ ആയുർവേദം എന്ന ഗ്രന്ഥം. വൃക്ഷായുർവേദം എന്ന് പറഞ്ഞാല് സുരപാലന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ്. അപ്പൊ ആ വൃക്ഷ ആയുർവേദം എന്ന സുരപാലന്റെ ആചാര്യന്റെ ആ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. പ്രകൃത്യംശോ വിവേകശാലി മാനവാഹ സ്വജീവന പരിസ്പർദ്ധതയെ പരിതാസ്ഥിതാനാം സസ്യാനാം സാഹായം അത്യന്ത അപേക്ഷിതമിതി യാവത് ബുബോധ താവതാരഭ്യ സസ്യ സംരക്ഷണോ ജാഗരൂകോ അഭവത്. വിവേകശാലികളായിട്ടുള്ള മനുഷ്യര് സ്വന്തം ജീവന പരിസ്പർദ്ധയെ, സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പരിതഹ സ്ഥിതിനാം സസ്യാനാം സഹായം, ചുറ്റുമുള്ള സസ്യങ്ങളുടെ സഹായത്തിനായി അത്യന്ത അപേക്ഷിതമിതി ഇത് യാവത് ബുബോധ, എപ്പോഴും കൂടുതൽ നമുക്ക് സസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരൂ എന്ന് മനസ്സിലായിട്ട് ബുബോധ എന്നുള്ള തിരിച്ചറിവ് താവതാരഭ്യ സസ്യ സംരക്ഷണെ ജാഗരൂകോ അഭവത്. അങ്ങനെ തിരിച്ചറിവുള്ളത് കൊണ്ട് താവതാരഭ്യ എന്താരംഭിച്ചു? സസ്യ സംരക്ഷണെ ജാഗരൂകോ അഭവത്. സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അതിൽ വളരെ ജാഗരൂകരായി, എന്നുവെച്ചാൽ വളരെ താല്പര്യമുള്ളവരായി തീർന്നു അവർക്കറിയാം എപ്പോഴായാലും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ, സ്വന്തം ജീവിതത്തിൽ നമുക്ക് ഈ സസ്യങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, ആവശ്യമായിട്ട് വരും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യരെ എല്ലാവരും എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? സസ്യങ്ങളെ സംരക്ഷിക്കുന്ന എന്നതിലുള്ള ആ ബോധം, ആ തിരിച്ചറിവ് അവരെ സസ്യങ്ങളെ പരിപാലിക്കാൻ അതിലേക്ക് വഴിവെച്ചു. ഭോജനായ പർണക്കുടി നിർമ്മാണായ നഗ്നദത്താച്ഛാദനായ ആരോഗ്യ പരിപാലനായ സസ്യാനി ആശ്രിഷ്യന്തേ. അവിടെ എന്താ പറയണത്? ഭോജനായ ഭക്ഷണത്തിനായിട്ട് വേണം, പർണക്കുടി നിർമ്മാണായ പർണക്കുടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട്, കുടിലുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ നഗ്നത ആച്ഛാദനായ നമ്മുടെ ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നതിനുള്ള മരവുരി എന്നൊക്കെ പറയുന്നത്, അതായത് വസ്ത്രം പോലെ ഉടുക്കുക. അതിൻ്റെ മരങ്ങളുടെയൊക്കെ തോല് കൊണ്ട് വസ്ത്രങ്ങൾ ആദ്യം
ഉടുത്തിരുന്നത്. അതിനാണ് മരവുരി എന്ന് പറയാം. അപ്പോൾ ആ മരവുരിക്കായിട്ടും അതുപോലെ ആരോഗ്യ പരിപാലിക്കുന്നതിനും സസ്യാനി ആശ്രിഷ്യേ, നമ്മുടെ സസ്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നു. അഭിച്ച താനി സർവാണി ഔഷധഗുണയുക്താനി ഇതി വിശേഷജ്ഞാനമഭി സഹ കാലക്രമേണ സമ്പാദിതവാൻ. എല്ലാം പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് പരിപാലിച്ചു വരുന്ന ഒട്ടുമിക്ക സസ്യങ്ങളും എന്താണ് ഔഷധ ഗുണയുക്താനി ഇതി വിശേഷജ്ഞാനമഭി സഹ കാലക്രമേണ സമ്പാദിതവാൻ. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സസ്യങ്ങൾക്കൊക്കെ ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. തത് സസ്യശാസ്ത്രാണാം പ്രാദുർഭാവേ കാരണം അഭവത്. ഇത് സസ്യശാസ്ത്രങ്ങളിലേക്കുള്ള പ്രാദുർഭാവേ വഴിത്തിരിവിന് കാരണമായി. അപ്പോൾ തത് സസ്യശാസ്ത്രാണാം പ്രാദുർഭാവേ കാരണം അഭവത്. ഇത് ശാസ്ത്രങ്ങളുടെ വഴിത്തിരിവിന് കാരണമായി. അതഹ സസ്യാനം സംരക്ഷണ പോഷണാദീനി തസ്യ കർത്തവ്യാനി അഭവത്. അതുകൊണ്ട് സസ്യങ്ങളുടെ സംരക്ഷണ പോഷണങ്ങൾ മുതലായ കർത്തവ്യങ്ങൾ പിന്നീട് ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇതിന് വഴിവെക്കാൻ കാരണം. ഈ ഭക്ഷണത്തിനായിട്ടും പർണകുടി നിർമ്മാണത്തിനായിട്ടും അതുപോലെ നഗ്നത മറയ്ക്കാനുള്ള മരവുരികളായിട്ടും ആരോഗ്യം പരിപാലിക്കുന്നതിനും ഒക്കെ സസ്യങ്ങളെ ആശ്രയിച്ചിരുന്ന മനുഷ്യന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിശേഷ ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് എവിടേക്ക് വഴിവെച്ചു? സസ്യശാസ്ത്രങ്ങളിലേക്ക് ഉള്ള വഴിത്തിരിവിന് കാരണമായി. അങ്ങനെയാണ് നമ്മൾ സസ്യങ്ങളുടെ സംരക്ഷണ പോഷണ കർത്തവ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇനി അടുത്ത പാരഗ്രാഫ്. ഋഗ്വേദേ ശതപഥ ബ്രാഹ്മണേ തൈത്തിരീയ സംഹിതായാം ച ഭാരതീയ സസ്യവിജ്ഞാനസ്യ പ്രാഗ്രൂപം ദൃശ്യതേ. അവിടെ ഋഗ്വേദത്തിൽ അതുപോലെ ശതപഥ ബ്രാഹ്മണത്തിൽ തൈത്തിരീയ സംഹിത വലിയ ഗ്രന്ഥങ്ങളിലാണ് പറയപ്പെടുന്നത്. ഭാരതീയ സസ്യവിജ്ഞാനായ ഭാരതത്തിലെ സസ്യങ്ങളുടെ അറിവിനെക്കുറിച്ച് ഒരു പ്രാഗ്രൂപം എന്ന് പറഞ്ഞാൽ ഒരു ആദിമ രൂപം ദൃശ്യത കാണാനായിട്ട് സാധിച്ചു. മഹാഭാരതെ ശാന്തി പർവാണി സസ്യാനി മാനവ ഇവ സുഖദുഃഖ അന്യനുഭവന്തി ഇതി പ്രസ്തുതം. മഹാഭാരതത്തിലെ ശാന്തി പർവത്തിലെ സസ്യങ്ങള് മനുഷ്യന്റെ സുഖദുഃഖ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഏത് പർവ്വമാണ്? മഹാഭാരതേ ശാന്തി പർവ്വത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സസ്യവിജ്ഞാനം അധികൃത്യ വിരചിതേഷു ഗ്രന്ഥേഷു സുരപാലസ്യ. നമ്മൾ പറഞ്ഞു സസ്യ ആചാര്യൻ അല്ലെ, വൃക്ഷായുർവേദം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ ആചാര്യനാണ് സുരപാലൻ. അദ്ദേഹത്തിന്റെ സുരപാലസ്യ വൃക്ഷ ആയുർവേദ പ്രസിദ്ധോ അസ്തി. അദ്ദേഹത്തിന്റെ സസ്യവിജ്ഞാനങ്ങളെ കുറിച്ചുള്ള എഴുതിയിട്ടുള്ള ഈ സുരപാലന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ പേരാണ് വൃക്ഷ ആയുർവേദ. അത് പ്രസിദ്ധോ അസ്തി, വളരെ പ്രസിദ്ധമാണ്. ത്രയോദശ അധ്യായ സമ്പന്നേ അസ്മിൻ ഗ്രന്ഥേ. അപ്പൊ എത്ര അധ്യായങ്ങളുണ്ട്? വൃക്ഷ ആയുർവേദത്തില് എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് ഇവിടെ പറയണത്. ത്രയോദശ അധ്യായേഹി 13 അധ്യായങ്ങളാണുള്ളത്. ഈ 13 അധ്യായങ്ങള് സമ്പന്നേ അസ്മിൻ ഗ്രന്ഥേ തരുമഹിമ ഭൂമി നിരൂപണം ബീജ സംരക്ഷണ വിധി സസ്യാനാം പോഷണം രോഗചികിത്സാദയശ്ച പൃഥക് വിശദീക്രിയത്തെ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ 13 അധ്യായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതില് എന്തിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്നാണ് അടുത്തത് പറയുന്നത്. തരുമഹിമ, തരു എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ മഹിമയെക്കുറിച്ച്, അതുപോലെ ഭൂമി നിരൂപണം, ഭൂമിയുടെ നിരൂപണത്തെക്കുറിച്ച്, ബീജ സംരക്ഷണ വിധി, വിത്തിന്റെ ഒരു സസ്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ അതില് ഭൂമി നിരൂപണം അല്ലെ, ഭൂമി വേണം അല്ലെ, ഭൂമിയിലല്ലേ നമ്മളത് കുഴിച്ചിടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, പിന്നെ ബീജ സംരക്ഷണ വിധി, വിത്തിന്റെ സംരക്ഷണത്തിനെ കുറിച്ച്, സസ്യാനം പോഷണം, സസ്യങ്ങളെ എങ്ങനെ പോഷിപ്പിച്ചെടുക്കാം അതിനെക്കുറിച്ച്, രോഗചികിത്സ ആദയ, രോഗചികിത്സകൾ
മുതലായവ പൃഥക് പൃഥക് വിശദീകരിക്കുന്നത്. സസ്യങ്ങൾക്ക് രോഗം വന്നാൽ അത് രോഗചികിത്സകൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള പൃഥക് പൃഥക് വേറെ വേറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വേറെ വേറെ ആയിട്ട് ഈ ത്രയോദശ അധ്യായം 13 അധ്യായങ്ങളടങ്ങിയ ഈ വൃക്ഷായുർവേദത്തിൽ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വൃക്ഷായുർവേദത്തിൽ പെടുന്നത് 13 അധ്യായങ്ങളാണ്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് വേറെ വേറെ പറഞ്ഞിരിക്കുന്നത്. തരുമഹിമേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമി നിരൂപണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബീജ സംരക്ഷണ വിധി, സസ്യാനാം പോഷണം, രോഗ ചികിത്സാദയ പൃഥക് പൃഥക് വിശദീക്രിയതേ അങ്ങനെ പറയുന്നു. ഇനി നമുക്ക് 23-ാമത്തെ പേജ് നോക്കാം. അടുത്ത പേജിൽ നോക്കാം. സസ്യാനി സർവാണി പ്രമുഖതയാ വൃക്ഷഃ വനസ്പതിഃ വീരുത് ഓഷധിഃ ഇതി ഭേദേന ചതുർത്ഥ വിഭക്താനി. സസ്യങ്ങളെ പ്രമുഖമായിട്ട് സസ്യങ്ങളെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സസ്യാനി സർവാണി പ്രമുഖതയാ വൃക്ഷഃ എന്തൊക്കെയാണ് 4ആയിട്ട്? ചതുർത്ഥ വിഭക്താനി 4 വിധത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ഒന്ന് വൃക്ഷഃ വൃക്ഷം എന്ന് തിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തതാണ് വനസ്പതി വനസ്പതി എന്ന് തിരിച്ചിട്ടുണ്ട്. മൂന്നാമത്തതാണ് വീരുത്ത്. നാലാമത്തെ ഓഷധി. അപ്പം മൂന്നാമത്തെ വീരുത്ത്, അടുത്തത് ഓഷധി എന്നുള്ളതാണ്. അങ്ങനെ 4 ഭേദേന ചതുർത്ഥ വിഭക്താനി അങ്ങനെ 4ആയിട്ടാണ് അവിടെ തരംതിരിച്ചിട്ടുള്ളത്. യസ്മിൻ ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യതേ സ വൃക്ഷഃ ഇതി കഥ്യതേ. ഫലാത് യസ്മിൻ ഏതാണോ ഫലാത് പൂർവം ഫലമുണ്ടാകുന്നതിന് മുമ്പ് പുഷ്പാണി സ്പഷ്ടം ദൃശ്യതേ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് അതിനെയാണ് നമ്മൾ സ വൃക്ഷഃ ഇതി കഥ്യതേ അതിനെയാണ് നമ്മൾ വൃക്ഷം എന്ന് വിളിക്കുന്നത്. അവ്യക്ത പുഷ്പഃ യഹ ഫലതി സ ഏവ വനസ്പതി. അവ്യക്ത പുഷ്പങ്ങളായിട്ടുള്ള അതിനെയാണ് നമ്മൾ അവ്യക്ത പുഷ്പങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നു, പുഷ്പങ്ങൾ അതിൽ നിന്ന് തന്നെ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വനസ്പതി എന്ന് പറയുന്നത്. പ്രാതനേഹി പ്രസാരിത വീരുത്ത് അതായത് വള്ളിപ്പടർപ്പ്. പ്രധാനേഹി എന്ന് പറഞ്ഞാൽ വള്ളികൾ. ആ വള്ളികളിലെ പ്രസാരിത പടർന്നു പന്തലിക്കുക, വള്ളികളിലൂടെ പടർന്നു പന്തലിക്കുക, അതായത് വള്ളിച്ചെടി അല്ലെങ്കിൽ കുറ്റിച്ചെടി അതിനെയൊക്കെയാണ് നമ്മൾ എന്നു പറയാ വീരുത്ത് എന്ന് പറയാം. അപ്പോൾ അവിടെ പ്രധാനേഹി പ്രസാരിത വീരുത്ത്. ഫലപാകാന്ത ഓഷധിഷ്ഠ ഫലപാകാന്ത ഓഷധിഷ്ഠ അപ്പോൾ ഫലപാകാന്തമായിട്ടുള്ളത് ഓഷധി എന്നും പറയപ്പെടുന്നു. ഇനി അവിടെ എല്ലാത്തിനും എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആമ്ര ജംബ ആദയ വൃക്ഷാഹ. ആമറം എന്ന് പറയുന്നത് നമുക്കറിയാം മാവ്. അതുപോലെ തന്നെ ജംബ എന്ന് പറഞ്ഞാൽ ഞാവലാണ് മുതലായവ. ഞാവല് മാവൊക്കെ ആദയ മുതലായവ വൃക്ഷാഹ വൃക്ഷങ്ങളാണ്. പനസോ ഉദുംബുരാദയ പനസഹ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലാവ് അല്ലെ, ചക്ക ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്ലാവ്, അതുപോലെ ഉദുംബുരാഹ എന്ന് പറഞ്ഞാൽ അത്തി, ആദയ വനസ്പതയ ഇതൊക്കെ വനസ്പതികളാണ്. അതുപോലെ കുഷ്മാണ്ഡകം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ, അതുപോലെ കർക്കടി, കത്തിരിക്ക ഇത്യാദയ ഇവയൊക്കെ വീരുത ഇതൊക്കെ വീരുത്തിൽ പെടും. അതായത് ഞാൻ പറഞ്ഞു വള്ളിച്ചെടികൾ കുറ്റിച്ചെടികളെയൊക്കെ എന്ത് പറയും, ഈ വീരുത്ത് എന്ന് പറയും. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് കുഷ്മാണ്ഡകവും കുമ്പളങ്ങയും കത്തിരിക്കും ഒക്കെ, കർക്കടി ഒക്കെ. ഇനി വ്രീഹി ഗോതുമാദയ ഓഷധ്യശ്ചേതി പ്രസിദ്ധ. വ്രീഹി എന്ന് പറഞ്ഞാൽ നെല്ല്, ഗോതുമാദയ ഗോതമ്പ് ആദയ മുതലായവ ഔഷധികളാണ്. ഔഷധി അല്ല കേട്ടോ, ഓഷധികളാണ്. ഓഷധികൾ എന്നാണ് അതിനെ പറയുന്നത്. പ്രാക്തനഃ ഔഷധശ്ചേതി പ്രസിദ്ധ. ഇനി സസ്യാനാം സംരക്ഷണം സർവദാ കരണീയമിതി ഉദ്ബോധന്തഃ പ്രാക്തനഃ ഏവം പ്രാർത്ഥിതവന്തഃ. സസ്യങ്ങളുടെ സംരക്ഷണം എല്ലായ്പ്പോഴും ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് ഋഷിമാര് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഉള്ളത്. ഇനി നമുക്കതിൽ പദച്ഛേദം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അത് വെറുതെ വായിച്ചു പോവാം. ഉക്തിരീയം ഉക്തിഹി അധികം ഇയം
ഗ്രന്ഥാദുദ്ധൃത ഗ്രന്ഥാത് അധികം ഉദ്ധൃത. ജാഗരൂകോ അഭവത് ജാഗരൂകഃ അധികം അഭവത്. ഹേതുരഭൂത് ഹേതുഃ അധികം അഭൂത്. പ്രസിദ്ധോസ്തി പ്രസിദ്ധഃ അധികം അസ്തി. സമ്പന്നേ അസ്മിൻ സമ്പന്നേ അധികം അസ്മിൻ. ഓഷധിശ്ച ഓഷധി ഓഷധിഃ ച ഓഷധിഃ അധികം ച. ഓഷധശ്ചേതി ഓഷധ്യഃ അധികം ച ഇതി ച അധികം ഇതി. സുഖദുഃഖ അന്യനുഭവന്തി സുഖദുഃഖാനി അധികം അനുഭവന്തി. പ്രഭേദശ്ച പ്രഭാതാഃ ച പ്രഭേദാഃ അധികം ച. നോ വനസ്പതിഃ നഃ അധികം വനസ്പതിഃ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 23-ാമത്തെ പേജിലുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ പഠന പ്രവർത്തനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് 24-ലെ വിഗ്രഹവാക്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തരുമഹിമാനാം തരോഹോ മഹിമ തം തരുമഹിമാനാം. വിവേകശാലി വിവേകേന ശാല്യതേ യഹ സഹ വിവേകശാലി. സ്വജീവന പരിസ്ഫൂർത്തയെ സ്വസ്യ ജീവനം തസ്യ പരിസ്ഫൂർത്തി തസ്യേ. അതാണ് വിഗ്രഹവാക്യങ്ങൾ. ഇനി അടുത്തത് പഠന പ്രവർത്തനങ്ങളാണ്. പഠന പ്രവർത്തനത്തിൽ ആദ്യത്തത് സസ്യസംബന്ധിനി സുഭാഷിതാനി രചയത എന്നാണ്. ആദ്യത്തെ പഠന പ്രവർത്തനത്തിൽ വരുന്നത് സസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം, സസ്യങ്ങളെക്കുറിച്ചുള്ള സുഭാഷിതങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും സുഭാഷിതങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് പറയണത് ഔഷധ സസ്യാനാം നാമ ഗുണാൻ ച ലിഖതു. ഔഷധ സസ്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട് അല്ലേ, ഏതൊക്കെയാണ്? തുളസി, നിംബ, ആമളകി, ഹരിദ്ര. അത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ അത് എഴുതിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് ഗുണം? തുളസി നേരെ എഴുതുക വിഷഹാരിണി അല്ലേ, ആമലകി ഊർജപ്രദായിനി, ഹരിദ്ര വിഷഹാരിണി. അപ്പം അങ്ങനെ എഴുതാനാണ് രണ്ടാമത്തത് പറയുന്നത്. അതൊക്കെയാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത്. ഇനി നാലാമത്തെ ആ പേജിൽ തന്നെ 24-ാമത്തെ പേജിൽ അവസാനത്തിൽ വരുന്നുണ്ട് പ്രകൃതി സംരക്ഷണ സസ്യങ്ങളുടെ പ്രസക്തി അധികൃത്യ ഭിത്തിപത്രിക തയ്യാറാക്കാനാണ് പറയുന്നത്. ചാർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചർ അത് വായിക്കാം. 25-ാമത്തെ പേജിലാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് എക്സാമ്പിൾസ്. അതിൽ വൃക്ഷാരോപയന്തു പ്രകൃതിയും സംരക്ഷന്തു അങ്ങനെയുള്ള പത്രിക ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 25-ൽ ആദ്യത്തെ പഠന പ്രവർത്തനമാണ്. കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ. വൃക്ഷ വനസ്പതി വീരുത് ഔഷധി ഇത് ക്രമേണ സസ്യാനാം പട്ടികാം കരോതു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, വൃക്ഷങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ. വനസ്പതി എന്താന്ന് പറഞ്ഞു, വീരുത്ത് എന്താന്ന് പറഞ്ഞു, ഔഷധി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒരു പട്ടിക തയ്യാറാക്കാൻ, പട്ടിക മീൻസ് ഒരു ടേബിൾ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ആ ടേബിൾ തയ്യാറാക്കിയിട്ട് വൃക്ഷാന്ന് എഴുതാം, വനസ്പതിന്ന് എഴുതാം, വീരുത്തുന്ന് എഴുതാം, ഔഷധി, അങ്ങനെ 4 പട്ടിക വരച്ച് 4 ഭാഗമാക്കി എഴുതിയിട്ട് അതിലാണ് നമ്മൾ വൃക്ഷത്തിൻ്റെ താഴെ വൃക്ഷാന്ന് എഴുതിയതിൻ്റെ താഴെയായിട്ട് വൃക്ഷങ്ങളുടെ പേരുകളും, വനസ്പതിയുടെ താഴെ വനസ്പതിയുടെ പേരും, വീരുത്തിൻ്റെ താഴെ വീരുത്തിൻ്റെ പേരുകളും, ഔഷധിയുടെ താഴെ ഔഷധിയുടെ പേരുകളാണ് നമ്മളോട് എഴുതാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളത് നോക്കിയിട്ട് എഴുതുക. എഴുതിയിട്ട് ശരിയാണെന്ന് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ നിങ്ങൾ നോക്കി കറക്റ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ എഴുതുക, എന്നിട്ട് ടീച്ചർ നോക്കിയത് എഴുതി കാണിക്കുന്നത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. എക്സാമിന് എന്തായാലും അത് ഉണ്ടാകും. നന്നായിട്ട് പഠിക്കണം. ഇനി അതുപോലെ തന്നെയാണ് അതിൻ്റെ അവിടെ കോശഹ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ദ്രുമഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമാനാർത്ഥക പദങ്ങൾ ചോദിക്കും. അതായത് അർത്ഥമാണ്. ദ്രുമഹ എന്ന് പറയുന്ന വാക്കിന് തുല്യ അർത്ഥം വരുന്ന പദങ്ങൾ അർത്ഥമാണത്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. വൃക്ഷമുണ്ട്, മഹീരുഹ, ശാഖി, വിടബി, പാദപം, തരു, ഇതൊക്കെ വൃക്ഷങ്ങളുടെ പര്യായ പദങ്ങളാണ് കേട്ടോ. ഇനി വീരുത്ത്, ലത പ്രധാനിനി വീരുത്ത്, ഇലകൾ പടർന്ന് പന്തലിക്കുന്നതിനെയാണ് നമ്മൾ വീരുത്ത് എന്ന് പറയുന്നത്. ഓഷധി എന്ന് പറഞ്ഞാൽ ഓഷധ്യ ഫലഭാഗ അന്തഃ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉക്തി വ്യവഹാര ഊർജലഭിതം ഭാഷിതം വചനം വചഹ. ഉക്തി പറയപ്പെടുന്നത്,
അതുപോലെ അഭിപ്രായം, അഭിപ്രായ, ഛന്ദ, ആശയ. ആമലകി, ആമലകി വയഃ സ്ഥാ ച ശ്രീഫല ധാത്രിക ച അമൃത ച ശിവ ശാന്ത എന്നൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അത് കോശങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പര്യായ പദങ്ങൾ വരുന്ന ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു പോവുക, ഇതാ മനസ്സിലാക്കി വായിച്ചു പോവുക എന്നുള്ളത് മാത്രം ഇവിടെ പറയാനുള്ളൂ. ഇനി നമുക്കവിടെ 26-ാമത്തെ പേജിൽ കുറച്ച് പഠന പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്. 27-ലും ഉണ്ട് ഒരെണ്ണം. അപ്പോൾ അത് നമുക്ക് അടുത്ത പേജ് 26-ാമത്തെ പേജ് നമുക്ക് നോക്കാം. അപ്പോൾ 26-ാമത്തെ പേജിൽ പഠന പ്രവർത്തനം തന്നെയാണത്. അഭ്യാസ പത്രിക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നോക്കുക, യഥോചിതം യോജയത, യഥോചിതം യോജയത, മാച്ച് ദ ഫോളോവിങ് ആണ്. ചരക സംഹിത, ചരക സംഹിത സുരപാലഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഋഷഭ ബലി വനസ്പതി വൃക്ഷായുർവേദ ശാനജന്തം നുദ്യമാനഃ ബലിവർദ്ധ പനസഹ ചരകഹ. അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളത് കറക്റ്റ് ഫോമിലേക്ക് ആക്കണം. കറക്റ്റ് ഫോമിലേക്ക് ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച, അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നിന്നെല്ലാം എടുത്തിട്ടാണ്, എല്ലാ പാഠഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ള മാച്ച് ദ ഫോളോവിങ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം നോക്കുക, ചരക സംഹിത അല്ലേ, ചരക സംഹിത ആരുടെയാണ്? ഫസ്റ്റത്തെ പാഠത്തിലുള്ളതാണ് അല്ലേ, ചരകൻ്റെതാണ് അല്ലേ. അപ്പം അവിടെ ചരക സംഹിത ചരകഹ. ഋഷഭ ബലിവർദ്ധ, ഋഷഭ എന്നുള്ള വാക്കിന്റെ സമാനാർത്ഥക പദമാണ് ബലിവർദ്ധ എന്നുള്ളത്. വൃക്ഷായുർവേദ, ഇപ്പൊ ഈ പാഠഭാഗത്തിൽ പഠിച്ചതാണ് നമ്മൾ. വൃക്ഷായുർവേദം ആരുടെയാണ്? സുരപാലഹ. നുദ്യമാനഹ, നുദ്യമാനഹ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാനജന്തും ശത്രുജന്തും എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം നമ്മൾ പഠന പ്രവർത്തനത്തിൽ പഠിക്കുന്നുണ്ട് കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ. അപ്പം അതിൽ നിന്നാണ് അവരത് ഇട്ടിരിക്കുന്നത്. ഇനി പനസഹ, പനസഹ എന്താണ്, എന്തിനു ഉദാഹരണമാണ്? വനസ്പതിക്ക്, വനസ്പതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഉത്തരം ടീച്ചർ ഒന്നും കൂടിയും വായിച്ചു പോവാം. ചരക സംഹിത ചരകഹ, ഋഷഭ ബലിവർദ്ധ, വൃക്ഷായുർവേദ സുരപാലഹ, നുദ്യമാനഹ ശാനജന്തം, പനസഹ വനസ്പതിക്ക്. അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം, രണ്ടാമത്തെ നോക്കാം. അതിൽ ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയത. ഉദാഹരണം അവിടെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് പരിവർത്തയത, അത് മാറ്റി എഴുതുക എന്നുള്ളതാണ്. സ ശരീരേണ ദുർബലഹ മനസ ശക്ത ഭവതി യദ്യപി തഥാപി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രയോഗിക്കേണ്ടത് യദ്യപി തഥാപി എന്നുള്ള പ്രയോഗമാണ്. അപ്പോൾ അവിടെ നോക്കാം, അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ ശരീരേണ ദുർബലഹ എന്നാണ് ആദ്യത്തെ സെന്റൻസ്. അതിൻ്റെ ആദ്യമായിട്ട് യദ്യപി പ്രയോഗിക്കണം. അപ്പം യദ്യപി സ ശരീരേണ ദുർബലഹ, അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ആ ഫുൾ സ്റ്റോപ്പ് കളഞ്ഞിട്ട് അവിടെ തഥാപി മനസ ശക്തഃ ഭവതി എന്നാക്കി ഒറ്റ സെന്റൻസ് ആക്കിയത്. രണ്ട് സെന്റൻസിന് നമ്മൾ ആദ്യവും ആദ്യ സെന്റൻസിന്റെ അവസാനത്തിലും വെച്ചുകൊണ്ട് നമ്മളതിനെ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. സ ദരിദ്രഃ ദാനശീലഃ ഭവതി. എങ്ങനെ പറയും? യദ്യപി സ ദരിദ്രഃ തഥാപി ദാനശീലഃ ഭവതി. അടുത്തത് രണ്ടാമത്തെ നോക്കാം. അതിൽ പുസ്തകം അതിമനോഹരം മൂല്യന്തു തുച്ഛം. അപ്പം എന്താണ്? യദ്യപി പുസ്തകം അതിമനോഹരം തഥാപി മൂല്യന്തു തുച്ഛം. ഇനി മൂന്നാമത്തെ, വർഷകാലഃ സമാഗതഃ വൃഷ്ടി നാസ്തി. വർഷകാലഃ സമാഗതഃ, അപ്പം അതിന് മുൻപിൽ വയ്ക്കണം യദ്യപി. അപ്പോൾ യദ്യപി വർഷകാലഃ സമാഗതഃ, അത് കഴിഞ്ഞിട്ട് എഴുതി വയ്ക്കണം തഥാപി വൃഷ്ടി നാസ്തി. അപ്പോൾ ഇങ്ങനെയാണ് അത് നമ്മൾ എഴുതേണ്ടത്. ഇനി അവിടെ അടുത്തത് നോക്കാം. വൃക്ഷാണം പ്രഭേദം അധികൃത്യ സൂചനാനുസാരം പൂരയത. അവിടെ പൂരിപ്പിക്കാനാണ് പറയുന്നത്. സസ്യാനി പ്രമുഖതയ ഡാഷ് വിഭക്ത്യാനി. എത്രയായിട്ടാണ് സസ്യങ്ങളെ തിരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? ചതുർത്ഥ വിഭക്താനി. ഡാഷ് വീരുത്ത് ഡാഷ് ഇതി. 4 ആയിട്ടാണ് തരംതിരിച്ചതെന്ന് പറഞ്ഞു. അതിൽ വീരുത്ത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ എഴുതി ചേർക്കണം. അപ്പോൾ വൃക്ഷ വനസ്പതി വീരുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഷധി ഇതി.
അവ്യക്ത പുഷ്പ ഏതാണ്? വനസ്പതി. ഫലാത് പൂർവം പുഷ്പാണി വൃക്ഷാഹ. പനസോ ഉദുംബരാദയ വനസ്പതയ. അപ്പോൾ അവിടെ വനസ്പതയ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ മുന്നിൽ പനസോ ഉദുംബര ആദയ എന്ന് കൊടുക്കുക. അതാണ് വനസ്പതയ. കുഷ്മാണ്ഡാദയ വീരുത. വ്രീഹ്യാദയ ഏതാണ് വരിക? പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പൂരിപ്പിക്കണം. ഓഷധശ്ചേതി പ്രസിദ്ധ എന്നാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ 26ാമത്തെ പേജിൽ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിൽ ഒരു പഠന പ്രവർത്തനം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ശരി, അവിടെ നമുക്ക് 4ാമത്തെ നോക്കാം. ഉദാഹരണാനുസാരം പൂരയത. ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അവിടെ, അതനുസരിച്ച് നമ്മളോട് പൂരിപ്പിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അസ്ഥി, അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അസ്ഥി ആസീദ്. താടയതി, അത് നമുക്കറിയാം. അസ്ഥി എന്നുള്ളത് ഏതാണ്? ലട്ടാണ്. അതിനെ എന്താക്കി? ലങ്ങാക്കി മാറ്റുകയാണെന്ന് നമുക്ക് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇല്ലേ? അപ്പോൾ അവിടെ അതാടയത്. താടയതി എന്നുള്ളത് അതിൻ്റെ ലങ് അതാടയത്. പീഡയതി, പീഡിയത് എന്ന് കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ പീഡയതി. ദ്രവതി അദ്രവത്. ഇനി ജായതി ഏതാണ്? അജായത്. പൃച്ഛതി അപൃച്ഛത്. ഇപ്പം ഇത്രയും വാക്കുകളാണ്. അതൊക്കെ നമുക്കറിയാം, ടീച്ചറോടെ കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ഫോമായിട്ട് എല്ലാവരും എഴുതി അത് പഠിക്കണം. അതും പരീക്ഷയ്ക്ക് വരും. ലട്ട് ലങ് തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടാണ് ചോദിക്കുക. പൂരയതാന്നും പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 3ാമത്തെ പാഠഭാഗത്തിൽ ഉള്ള പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്കാണ് നന്നായിട്ട് പഠിക്കുക. ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് പുറകിൽ ഉള്ള അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അടുത്ത് തന്നെ ദിവസങ്ങളിലായിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ നമുക്ക് ടീച്ചർ ഇടുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവണം, നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുള്ള വീഡിയോ ആയിട്ട് വരാം. ബൈ.